ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ആൾക്കാർ US-നെ UK-നൊക്കെ ഇടിച്ചു താത്താൻ വേണ്ടി ദുബായിയുടെ സേഫ്റ്റി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസാണ്. സത്യത്തിൽ അതല്ല, ഇത് ഒറിജിനൽ വീഡിയോസാണ്. ഇത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ. UK-ലും US-ലും 30-40% ടാക്സ് കൊടുത്ത് കഴിയുന്ന ആൾക്കാർക്ക് യാതൊരു സേഫ്റ്റിയും ഇല്ല. സത്യം തന്നെയാണ്. അത് ഇത്രത്തോളം കോൺഫിഡൻറ്റിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലയൻസ് ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ്. ഒരാൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണ്. മൂപ്പര് എന്നോട് പറഞ്ഞിട്ട് വൈകുന്നേരങ്ങളായ കുറച്ച് ഗ്യാങ് വരും, തോക്കും കത്തിയൊക്കെ ആയിട്ട് സാധനം എടുത്തുകൊണ്ട് പോകും, അല്ല പൈസ ചോദിക്കും. അതാണ് അവിടെ. ഇനി അവരെ പിടിച്ചു വെച്ചാലോ പോലീസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമാനിറ്റേറിയൻ റൈറ്റ്സ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് പോലീസ് വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പുകാർക്കെതിരെയാണ് കേസ് ഉണ്ടാകുക. മറ്റൊരു ക്ലയൻ്റ് ഉണ്ട്, മൂപ്പര 2 ബെൻലി കാറാണ് അവിടുന്ന് കട്ടുകൊണ്ട് പോയി. ആദ്യം ഒരു ബെൻലി കാർ വാങ്ങിച്ച് അത് കട്ടുകൊണ്ട് പോയി. രണ്ടാമത്തെ ഒരു ബെൻലി കാർ ബെൻലിയെ സമീപിച്ച് ആൻറ്റി തെഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകില്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് അതും അതിവിദഗ്ധമായി കട്ടുകൊണ്ടുപോയി. 2 കോടി രൂപ വരുന്ന ബെൻലി കാറാണ് പോയത്. ഇതാണ് UK-ലുള്ളയും US-ലുള്ള ആൾക്കാരുടെ അവസ്ഥ. ഞാൻ നിങ്ങളോട് പറയുന്നത് 2 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് ദുബായിലേക്ക് പോരും, 10 വർഷത്തെ ഗോൾഡൻ വിസ, ഹൈലി സെക്യൂരിറ്റി, നോ ടാക്സ്. ഇതാണ് ദുബായ് നിങ്ങൾക്ക് തരുന്നൊരു ഗ്യാരണ്ടി. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിച്ചൂടാ? വെൽക്കം ടു ദുബായ്.